بسم الله الرحمن الرحيم. وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون ليكفروا بما آتيناهم وليتمتعوا فسوف يعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1365 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 29ാമത്തെ അധ്യായമായ സൂറത്തുൽ അൻകബൂത്തിലെ 64 മുതൽ 66 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما هذه الحياة الدنيا إلا لهو ولعب وإن الدار الآخرة لهي الحيوان لو كانوا يعلمون فإذا ركبوا في الفلك دعوا الله مخلصين له الدين فلما نجاهم إلى البر إذا هم يشركون ليكفروا بما آتيناهم وليتمتعوا فسوف يعلمون. صدق الله العلي العظيم. സൂറത്തുൽ അൻകബൂത്തിലെ 64 മുതൽ 66 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളെ പരാമർശിച്ചുകൊണ്ട് സൂറത്തുൽ അൻകബൂത്തിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു നടത്തുന്ന ചില നിരീക്ഷണങ്ങളും മുന്നോട്ട് വയ്ക്കുന്ന ചില ആശയങ്ങളുമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തുൽ അൻകബൂത്തില് നമ്മൾ ഇതിന്റെ തൊട്ടു മുമ്പ് പഠന വിധേയമാക്കിയ ആയത്തുകളിൽ സത്യവിശ്വാസികളെ ആശ്വസിപ്പിക്കുകയും അവർക്ക് കരുത്തും ധൈര്യവും പകരുകയും ചെയ്യുന്ന വിധത്തിലുള്ള അവരെ അള്ളാഹുവിന്റെ മാർഗത്തില് ആവശ്യമായി വരികയാണെങ്കിൽ ദേശത്യാഗം ചെയ്യാൻ ധൈര്യം പകർന്നുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായത്. അള്ളാഹുവിന്റെ അസംഖ്യം സൃഷ്ടിജാലങ്ങളിൽ ഒന്നുപോലും അതിനാവശ്യമായ ഭക്ഷണവും ചുമന്നുകൊണ്ടല്ല നീങ്ങുന്നത്. അള്ളാഹുവാണ് അവയ്ക്കൊക്കെയും തന്നെ ഭക്ഷണം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ നിങ്ങൾക്കും അവനെല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന പ്രപഞ്ചനാഥനാണ്. ആരാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിച്ചാൽ, അതുപോലെ സൂര്യനെയും ചന്ദ്രനെയും ക്രമീകരിച്ച് വിധേയപ്പെടുത്തി നിർത്തിയിട്ടുള്ളത് ആരാണ് എന്ന് ചോദിച്ചാൽ അവര് യാതൊരു സന്ദേഹവും ഇല്ലാതെ തന്നെ പറയുന്ന ഉത്തരം അള്ളാഹുവാണത് ചെയ്തിട്ടുള്ളത് എന്നാണ്. എന്നാൽ ഭൗതിക ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ വ്യവഹാരങ്ങളുടെ ജീവിത രംഗങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് പിന്നെ അവര് വഞ്ചിതരാകുന്നത്? എങ്ങനെയാണ് അള്ളാഹുവിന്റെ സ്ഥാനത്ത് മറ്റു പലരെയും പ്രതിഷ്ഠിച്ചുകൊണ്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാൻ പ്രേരിതരാകുന്ന വിധത്തില് അവര് കബളിപ്പിക്കപ്പെടുന്നതും അവര്
വഴിതെറ്റിക്കപ്പെടുന്നതും എങ്ങനെയാണ് എന്നതാണ് അള്ളാഹു ഉന്നയിക്കുകയുണ്ടായ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ച ഭാഗത്ത് അടങ്ങിയിട്ടുള്ള ആശയങ്ങളാണ് ഇതൊക്കെയും തന്നെ. അതിനെ തുടർന്ന് ഈ മക്കയിലെ നിഷേധികളെ ഉണർത്തുകയും ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്യുക എന്ന താല്പര്യത്തോടു കൂടി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിരിക്കുന്ന ആയത്തുകളിൽ കാണാൻ സാധിക്കുക. ഭൗതിക ജീവിതത്തിന്റെ പ്രമത്തതയിൽ അതാണ് എല്ലാം എന്ന് കരുതിക്കൊണ്ട് ജീവൻ സംരക്ഷിക്കുന്നതിനും ജീവിത വിഭവങ്ങളെ നഷ്ടപ്പെടാതിരിക്കാനും ഒക്കെ വേണ്ടിയുള്ള വ്യഗ്രതയിൽ ഇതൊക്കെയും തന്നിട്ടുള്ള അള്ളാഹുവിനെ പൂർണ്ണമായി വിസ്മരിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് മറ്റു പലരെയും കൊണ്ട് നടക്കുന്ന ഒരവസ്ഥയാണ് മക്കയിലെ മുശ്രിക്കുകൾ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത് എന്നതാണ് ഈ ആയത്തുകളുടെ ഒരു പശ്ചാത്തലം. അള്ളാഹു ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ പറയുന്ന കാര്യം വിശദമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഒമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ ഇല്ല ലഹുവും വലാഴ്ബുൻ. ഈ ഐഹിക ജീവിതത്തെ കുറിച്ചുള്ള വളരെ അബദ്ധജടിലമായ ഒരു ധാരണയിലാണ് ഈ സമൂഹം ഉള്ളത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് അള്ളാഹു പറയുന്നത് ഒമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ. ഈ ഭൗതിക ജീവിതമുണ്ടല്ലോ, ദുനിയാവിലെ ജീവിതം, അത് അങ്ങേയറ്റം വിലപ്പെട്ടതാണ് എന്ന നിലക്കാണ് നിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അതാണ് ഏറ്റവും വലിയ സംഗതിയായിട്ട് അനുഭവപ്പെടുന്നത്. അപ്പോ അള്ളാഹു പറയുകയാണ് വമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ, ഈ ഐഹിക ലോക ജീവിതം എന്ന് പറയുന്നത് ഇല്ല ലഹൂൻ വലഅബുൻ, അത് കേവലം വിനോദവും ഉല്ലാസവും അല്ലാതെ മറ്റൊന്നുമല്ല. ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് കളിച്ചുല്ലസിച്ച് വരുന്ന അത്രയും, അല്ലെങ്കിൽ അത് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത്. ഉല്ലാസവും വിനോദവും ആരുടെയും കാര്യത്തില് അവരുടെ മുഖ്യ അജണ്ട ആവാനിടയില്ലല്ലോ. അല്പനേരം ഒന്ന് പുറത്തിറങ്ങി ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടി ഒന്ന് തുള്ളി ചാടി കളിച്ചൊക്കെ വരിക എന്ന ഒരു പേർപ്പസ് ആണ് അതിനുള്ളത്. എന്നാൽ ഈ അത്രേ പ്രാധാന്യം ഈ ഐഹിക ലോക ജീവിതത്തിനുള്ളൂ. പക്ഷെ ആളുകൾ അതാണ് ജീവിതം എന്ന ഒരു മൂഢമായ ധാരണയിലാണ് കഴിയുന്നത്. ഇവിടെ നമ്മുടെ വേദിയിൽ തന്നെ ഖുർആന്റെ ആശയങ്ങളുമായി വിയോജിച്ചുകൊണ്ട് പല ചോദ്യങ്ങളും ഉന്നയിക്കുന്ന ആളുകളുടെ വീക്ഷണങ്ങളുടെ അടിത്തറ ഈ ഒരു ധാരണയാണ് എന്ന് കാണാൻ സാധിക്കും. ഈ ഭൗതിക ലോകത്തെ ഈ ജനനം മുതൽ മരണം വരെയുള്ള ജീവിതമാണ് എല്ലാം എന്നൊരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ അവർക്ക് ദൈവിക വെളിപ്പാടുകളെ മനസ്സിലാക്കാൻ സാധിക്കില്ല. അള്ളാഹു മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കില്ല. സത്യവിശ്വാസികളും സത്യനിഷേധികളും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാനും അവർക്ക് സാധിക്കില്ല. അള്ളാഹുവിടെ പറയുന്നത് ഈ ഐഹിക ലോക ജീവിതം എന്ന് പറയുന്നത് കേവലം ലഹുവും ലഅബും മാത്രമാണ്, അതല്ലാത്ത യാതൊന്നുമല്ല. ലഹു എന്ന് പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടുള്ള ഒരു സംഗതി. നമ്മളൊരു ഒഴിഞ്ഞ സമയം ഒന്ന് മെന്റൽ റിലാക്സേഷന് വേണ്ടി ചില കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവും, അതാണ് ലഹു. ലഅബ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് കുറച്ച് കൂടുതൽ വരുന്ന വിധത്തിലുള്ള കളികളാണ്. അപ്പോ ഇത് കുറച്ച് സ്പോർട്സും ഗെയിംസും മാത്രമാണ് ഈ ജീവിതം എന്ന് പറയുന്ന പോലെയാണ് അള്ളാഹു കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ഐഹിക ജീവിതം എന്ന് പറയുന്നത്, ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത് കേവലം ലഹുവും ലഅബും മാത്രമാണ്. മനസ്സിനും ശരീരത്തിനും ഒരു ആനന്ദം നൽകുന്ന കുറച്ച് നേരത്തേക്കുള്ള ഒരു എൻഗേജ്മെന്റ് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ്, ഒരു നമ്മൾ ഒന്ന് റിലാക്സ്ഡ് ആകാൻ വേണ്ടി ഇൻവോൾവ് ആവുന്ന തരത്തിലുള്ള ചില കളികളും തമാശകളും ഒക്കെ, അത്രയേ ഉള്ളൂ. അതല്ലാത്ത അതിനപ്പുറത്തേക്ക് യാതൊന്നുമല്ല എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. വഇന്ന ദാറൽ ആഖിറതി ലഹിയൽ ഹയവാൻ. എന്നിട്ട് അള്ളാഹു പറയാണ്, ആ പാരത്രിക ജീവിതമുണ്ടല്ലോ, ദാറുൽ ആഖിറത്ത്, പരലോകം, പരലോക ഭവനം,
പാരത്രിക ലോക ഭവനം, ദാറുൽ ആഖിറത്തിലെ ജീവിതം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇന്ന ദാറുൽ ആഖിറത്ത, ദാറുൽ ആഖിറത്ത് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഭവനം എന്നാണ് അതിനർത്ഥം. പാരത്രിക ലോക ഭവനം, അവിടെയുള്ള ജീവിതം, അത് ലഹിയൽ ഹയവാൻ, അതാണ് ജീവിതം. പാരത്രിക ലോക ജീവിതം ഉണ്ടല്ലോ, അതാണ് ജീവിതം എന്നാണ് അള്ളാഹു പറയുന്നത്. ലഹിയൽ ഹയവാൻ, വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു പ്രയോഗമാണിത്. സാധാരണഗതിയിൽ ഹയവാൻ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന ഒരു 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 സംഗതി, ഒരു ബീയിങ്, ഒരു ക്രീച്ചർ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ പദം ഉപയോഗിക്കാറുള്ളത്. ഇവിടെ ആ പദം ജീവിതം എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് കാണാൻ കഴിയും. ദാറുൽ ആഖിറത്ത് അതാണ് ഹയവാൻ, അതാണ് ജീവിതം. നിങ്ങൾ ഈ ദുനിയാവിലുള്ള ജീവിതം എന്ന് പറയുന്നത് ലഹുവും ലഅബും മാത്രമാണ് എന്നതാണ്. ഖുർആന്റെ പഠിതാക്കൾക്ക് എത്ര പേർക്ക് ഈ കാര്യം ഉൾക്കൊള്ളാൻ കഴിയുന്നു എന്നതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അവര് എത്രത്തോളം ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനം ഉൾക്കൊള്ളാൻ സന്നദ്ധരാകും എന്ന ഒരു കാര്യം. നമ്മുടെ വേദിയിൽ ഞാൻ സൂചിപ്പിച്ചു, പലപ്പോഴും ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അടിത്തറ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവര് വേറെ ചില അടിത്തറകളിൽ നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുന്നത്. അപ്പോ ഇസ്ലാം നൽകുന്ന നിർദ്ദേശങ്ങൾ, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത വീക്ഷണം, ഇതൊക്കെ തന്നെ ഭയങ്കര നഷ്ടം ഉണ്ടാക്കുന്ന സംഗതിയാണല്ലോ. ജനനം മുതൽ മരണം വരെയുള്ളത് മാത്രമാണ് ജീവിതമെങ്കിൽ, അതല്ലാത്ത വേറൊന്നുമില്ല എന്നാണ് കരുതുന്നതെങ്കിൽ പിന്നെ എന്ത് ബാക്കിയുണ്ട്? കിട്ടിയതൊക്കെയും സദഖ കൊടുത്തും സക്കാത്ത് കൊടുത്തും അതുപോലെ സമൂഹത്തിന്റെ നന്മ ഉദ്ദേശങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അതുപോലെ താമസിക്കുന്ന ഇടത്തും നാട്ടിലും ഒക്കെ തന്നെ ഒരുപാട് ദുരിതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പലപ്പോഴും നാട് വിട്ടു പോകേണ്ടി വരുന്നു. വലിയ ഏറ്റുമുട്ടലുകൾ വൻ ശക്തികളുമായിട്ടൊക്കെ ഉണ്ടാവുമ്പോൾ വലിയ പരാജയങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്നു. അതുപോലെ പ്രാതികൂല്യങ്ങളുടെ സാഹചര്യങ്ങളിൽ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ എല്ലാ വിധത്തിലുള്ള പ്രാതികൂല്യങ്ങളും നേരിട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥയാണ് പലരുടെയും കാര്യത്തിലുള്ളത്. ഇതൊക്കെയാണ് ജീവിതമായിട്ട് അനുഭവപ്പെടുന്നത് എങ്കിൽ പിന്നെ അതെങ്ങനെയാണ് അതാണ് വിജയം, അതാണ് സൗഭാഗ്യം എന്ന് കരുതാൻ പറ്റുക? അപ്പൊ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ദാറുൽ ആഖിറത്താണ് യഥാർത്ഥത്തിലുള്ള ഹയവാൻ, യഥാർത്ഥത്തിലുള്ള ജീവിതം എന്ന് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അപ്പോ മക്കയിലെ ഈ ആളുകളുടെയും നിഷേധത്തിന്റെ, കുഫറിന്റെ ഒരു ബേസിസ് ഇതാണ്. അവര് ഭൗതിക ജീവിതത്തെ ഏറ്റവും പ്രാധാന്യമുള്ള സംഗതിയായിട്ട് കാണുന്നു. അതാണ് ഏറ്റവും സുപ്രധാനമായത്, അതല്ലാത്തൊന്നില്ല എന്ന ഒരു ധാരണയിലാണ് അവര് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ജീവിത ദർശനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കുകയില്ല എന്നതാണ് അവര് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം. ഇവിടെ അള്ളാഹു ആ ഒരു ധാരണ തിരുത്തുന്ന, അല്ലെങ്കിൽ അതിനെ തകർക്കുന്ന വിധത്തിലുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഒമാ ഹാദിഹിൽ ഹയാത്തു ദുനിയ, ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്, ഈ ഐഹിക ലോകത്തെ ജീവിതം എന്ന് പറയുന്നത്, അത് ഇല്ലാ ലഹുവും വലഅബുൻ, ലഹുവും ലഅബുമല്ലാത്ത മറ്റൊന്നുമല്ല. ചില കളി തമാശകളോ അല്ലെങ്കിൽ വിനോദങ്ങളും ഉല്ലാസങ്ങളും ഒക്കെ മാത്രമാണ് ഐഹിക ജീവിതം എന്ന് പറയുന്നത്. ഇന്ന ദാറുൽ ആഖിറ ലഹിയൽ ഹയവാൻ, ആഖിറത്തിലെ ജീവിതമാണ്, അല്ലെങ്കിൽ ആഖിറത്തിലെ ഭവനം, ആ ഭവനത്തിലുള്ളതാണ് ലഹിയൽ ഹയവാൻ, യഥാർത്ഥത്തിലുള്ള ജീവിതം എന്നാണ് ഇവിടെ പറയുന്നത്. ലൗ കാനു യഅലമൂൻ, ഈ കാര്യം കഷ്ടം അവർക്ക് അറിയാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാണ്, അവർക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്നുവെങ്കിൽ എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. അതൊരല്പം സാധ്യതയില്ലാത്തൊരു സംഗതി, അല്ലെങ്കിൽ അവർ ഉൾക്കൊള്ളുകയില്ല എന്ന നിലക്ക് കൂടിയാണ് ഇവിടെ പറയുന്നതെന്ന് കാണാൻ കഴിയും. ലൗ കാനു യഅലമൂൻ, ഇതിനെക്കുറിച്ച് വേണ്ട വിധത്തിലുള്ള അറിവ് അവർക്ക് ഉൾക്കൊള്ളാനുള്ള സാധ്യത ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന ഒരു 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 വിലാപത്തിന്റെ ഒരു സ്വരം അതിനുണ്ട്.
അപ്പൊ തുടർന്ന് അള്ളാഹു പറയുന്ന ഫൈദാ റക്കിബു ഫിൽ ഫുൽക്ക്. ഇനി യഥാർത്ഥത്തിൽ ഇവരുടെ ഐഹിക ജീവിതമാണ് ഏറ്റവും വലിയ ജീവിതം, പാരിത്രിക ജീവിതം എന്ന് പറഞ്ഞ ഒന്നില്ല എന്നുള്ള ഇവരുടെ ഈ ധാരണ ഉണ്ടല്ലോ, ആ ധാരണക്ക് വിരുദ്ധമായതാണ് സത്യം. യഥാർത്ഥത്തിൽ ഈ ഐഹിക ജീവിതം എന്ന് പറയുന്നത് വെറും കളിയും വിനോദവും മാത്രമാണ്. യഥാർത്ഥത്തിലുള്ള ജീവിതം, അനന്തമായ ജീവിതം പാരിത്രിക ലോകത്തുള്ളതാണ് എന്നിവിടെ പറഞ്ഞു വെച്ചല്ലോ. ഇനി ഈ ആളുകളുടെ നിലപാടുകള് സത്യസന്ധാണോ എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു കാര്യമാണ് തുടർന്ന് അല്ലാഹു പറയുന്നത്. ഫൈദാ റക്കിബു ഫിൽ ഫുൽക്ക്. ഇവര് കപ്പലിൽ സഞ്ചരിക്കാൻ വേണ്ടി കപ്പലിൽ കയറി എന്ന് കരുതുക. കടലിൽ സഞ്ചരിക്കാൻ വേണ്ടിയാണ് അവർ കപ്പലിൽ കയറുന്നത്. ഫൈദാ റക്കിബു ഫിൽ ഫുൽക്ക്. അങ്ങനെ കപ്പലില് കടൽ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രതിസന്ധിയുടെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും എന്നതാണ് അള്ളാഹു പറയുന്നത്. അവര് കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അവര് അള്ളാഹുവിന് മാത്രമാണ്, അവന് സകല വിധത്തിലുള്ള സമർപ്പണവും നൽകിക്കൊണ്ടാണ് അവനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ദഅഉല്ലാഹ അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. എങ്ങനെയാണ്? മുഖ്ലിസീന ലഹുദ്ദീൻ, സമർപ്പണം പൂർണ്ണമായിട്ടും എക്സ്ക്ലൂസീവായിട്ട് അള്ളാഹുവിന് നൽകിക്കൊണ്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. ഇഖ്ലാസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ അതാണ്, എക്സ്ക്ലൂസീവ് വാക്ക്, വേറൊരാൾക്കും ഒരു പങ്കും കൊടുക്കാതെ. അതുകൊണ്ടാണ് തൗഹീദിന്റെ ഏറ്റവും സുപ്രധാനമായ ചില പ്രസ്താവനകൾ നടത്തപ്പെടുന്ന നമ്മൾ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്തിന് അൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്, സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ് അതിന്റെ പേര്. യഥാർത്ഥത്തില് വിശ്വാസപരമായ നമ്മുടെ നിലപാട് കൃത്യതയുള്ളതും അതുപോലെ കലർപ്പ് ചേരാത്തതുമായ ഒരു തെളിമയുള്ളതാക്കുക എന്നൊരാശയമാണ് അതിൽ അടങ്ങിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇബാദത്ത് 100% എക്സ്ക്ലൂസീവായിട്ട് ഒരു തരിമ്പ് പോലും മറ്റൊരാളെയും ഉൾപ്പെടുത്താതെ അള്ളാഹുവിനുള്ളതാണ് എന്നതാണ് അവിടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം. അപ്പൊ അള്ളാഹു മാത്രമാണ്, മറ്റൊരാളും പങ്കാളിയില്ലാത്ത വിധത്തിൽ തന്നെ അള്ളാഹു മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത് എന്നതാണ് സൂറത്തുൽ ഇഖ്ലാസിൽ പറയുന്നത് നമ്മൾ കാണുന്നത്. ഇവിടെ കടൽ യാത്ര ചെയ്യുമ്പോൾ, കപ്പലിൽ കയറി ഇവര് കടൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അവർ ആരെയാണ് വിളിച്ച് പ്രാർത്ഥിക്കുന്നത്? ഒന്ന് നോക്കുക. അവരുടെ എല്ലാ വിഗ്രഹങ്ങളെയും ആൾ ദൈവങ്ങളെയും നേതാക്കന്മാരെയും അവര് തലയിലേറ്റിക്കൊണ്ട് കാണുന്ന സകലതിനെയും കൈയൊഴിഞ്ഞിട്ട് അവര് പ്രപഞ്ചനാഥനായ അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അവനോട് മാത്രമായിട്ട് സമർപ്പണം സമ്പൂർണമായിട്ടും അവനാക്കിക്കൊണ്ട് ദീന് പൂർണ്ണമായിട്ട് വിധേയപ്പെടൽ എന്നത് പൂർണ്ണമായിട്ടും അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കും. പലപ്പോഴും നമുക്ക് ജീവിതാനുഭവങ്ങളിൽ നേരിട്ട് കാണാനും അനുഭവിക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണിത്. കടൽ യാത്ര എന്നത് മനുഷ്യനെ അത്രയും യാഥാർത്ഥ്യബോധമുള്ളവനാക്കി മാറ്റും. മുമ്പൊരിക്കല് ഒരു സംഘവുമായിട്ട് കടൽ യാത്ര ചെയ്ത ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. കടലിൽ യാത്ര ചെയ്യുമ്പോൾ അതൊരു മത്സ്യം പിടിക്കുന്ന വള്ളത്തിലുള്ള യാത്രയായിരുന്നു. ഒരു 10-20 പേരൊക്കെ കയറിയിട്ട് യാത്ര ചെയ്യുന്ന മത്സ്യം പിടിക്കാൻ വേണ്ടി പോകുന്ന വള്ളത്തില് കുറച്ച് അധ്യാപകരോടൊപ്പം കടൽ യാത്ര ചെയ്യേണ്ടി വന്നപ്പോൾ കുറച്ച് അങ്ങെത്തുന്നതോടുകൂടി, ആഴക്കടലിൽ എത്തുന്നതോടുകൂടി നമ്മുടെ മനസ്സിന്റെ നിലപാടും പ്രവർത്തനമൊക്കെ ആകെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തുന്നത് കാണാൻ കഴിയും. വിശ്വാസമുള്ളവരുടെ കാര്യത്തിലല്ല, വിശ്വാസത്തിൽ ചാഞ്ചല്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ കടല്, ഇപ്പൊ നമ്മള് ആ വള്ളത്തിന്റെ വക്കിൽ നിന്ന് ഒരടി താഴെയാണ് സമുദ്രത്തിന്റെ ജലനിരപ്പുള്ളത്. അതിന് താഴോട്ട് നമുക്ക് ആഴമറിയാത്ത കടലാണ്, അത്രയും ആഴമാണ്. ആകെയുള്ളത് ഒരു അടി അല്ലെങ്കിൽ അരയടിയൊക്കെ വ്യത്യാസമാണുള്ളത് ജലനിരപ്പിന്ന് നമ്മൾ ഇരിക്കുന്ന ആ തോണിയുടെ വള്ളത്തിന്റെ വക്കിൽ. അപ്പൊ ആ ഒരു അവസ്ഥ മനസ്സിലേക്ക് കയറുന്നതോടുകൂടി ആളുകള് അങ്ങേയറ്റത്തെ ഭീതിയിലാണ്ട് പോകുന്ന ഒരു ചിത്രം. എന്നിട്ട് വല്ലാത്തൊരു അവസ്ഥയിലാണ് പിന്നെ അവര് സംസാരിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നത്.
പലപ്പോഴും അനുഭവപ്പെടാൻ അവസരം ഉണ്ടായിട്ടില്ല. എന്തായാലും ആളുകൾ ആ ഘട്ടത്തില് അവര് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവര് പല നിലക്കും വിധേയത്വം നൽകിക്കൊണ്ട് അവര് മനസ്സിൽ ആരാധിച്ചിരുന്ന പലരും ഉണ്ടായിരുന്നുണ്ടല്ലോ. ഇവരൊക്കെ കൈയൊഴിഞ്ഞിട്ട് അവർക്കറിയാം അത് ആ സമുദ്ര മധ്യത്തില് അവര് നേരത്തെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, ആരാധിച്ചുകൊണ്ടിരുന്ന, പൂജിച്ചുകൊണ്ടിരുന്ന ഒരു സംഗതിക്കും ഒരു ശക്തിയില്ല. തിരമാലകളെ നിയന്ത്രിക്കാൻ, കടലിന്റെ ആഴക്കടലിലെ പതിയിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ ആ ആൾദൈവങ്ങൾക്കോ വിഗ്രഹങ്ങൾക്കോ നേതാക്കന്മാർക്കോ ഒന്നും കഴിയില്ല. പ്രപഞ്ച സൃഷ്ടാവായ റബ്ബിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ള നല്ല ബോധ്യം കടലിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവര് ദഅഉല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, ഈ മക്ക മുശ്രിക്കുകളും അതിന് വ്യത്യസ്തമൊന്നുമല്ല. അവര് കടലിൽ യാത്ര ചെയ്യുമ്പോ അത്തരം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഘട്ടങ്ങളില് ഒരാളെയും പങ്കാളിയാക്കാതെ കണ്ട് അള്ളാഹുവിനെ മാത്രമാണ് അവർ വിളിച്ച് പ്രാർത്ഥിക്കുക. എന്നാല് അവരുടെ പ്രാർത്ഥനയ്ക്ക്, അവരുടെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി എന്നൊന്ന് സങ്കല്പിച്ചു നോക്കൂ. ഫലമ്മാ നജ്ജാഹും ഇലൽ ബർ, അവരെ അവൻ അള്ളാഹു കരയിലേക്ക് രക്ഷപ്പെടുത്തിയെങ്കിൽ ഇദാഹും യുശ്രികൂൻ, അപ്പൊ പിന്നെ അവര് കടലിൽ നിന്ന് പറഞ്ഞതൊക്കെ മറന്ന് അവര് മറ്റു പലരെയും പങ്കാളികളാക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുക. അവരെ അവൻ കരയിലേക്ക് രക്ഷപ്പെടുത്തി, അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ വിളിക്ക് ഉത്തരം ചെയ്തുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയി എന്ന് വെക്ക് കരയിലേക്ക്. എന്നാലോ കരയിലെത്തിയ പിന്നെ എന്തൊരു വീറും വാശിയും നാക്കിട്ടടിക്കലും ഒക്കെയാണ് അവര്. എന്തൊരു പ്രസംഗമാണ്, എന്തൊരു ഖണ്ഡനങ്ങളൊക്കെയാണ് സംസാരത്തിൽ, എന്തെല്ലാം വാദഗതികളും ഒക്കെ ആയിട്ടാണ് അവര് വരിക. പക്ഷെ സമുദ്രമധ്യത്തിൽ ഈ വാദഗതികളൊക്കെ എവിടെയായിരുന്നു? ഞാൻ സൂചിപ്പിച്ച ആ യാത്രയിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. വലിയ പ്രമുഖന്മാര്, വലിയ ഘോരഘോരം പ്രസംഗിക്കാനൊക്കെ കഴിയുന്ന ദൈവനിഷേധം ഒക്കെ ഉയർത്തിപ്പിടിച്ചിരുന്ന ആളുകള്, അതുപോലെ വളരെ കടുത്ത ധിക്കാരത്തോടു കൂടി ഈ ദൈവനിന്ദ കാണിച്ചിരുന്ന ആളുകൾ പോലും, അവരൊക്കെയും തന്നെ അങ്ങേയറ്റത്തെ ഭീതി ഉള്ളവരായിക്കൊണ്ട് ലിറ്ററലി അവരിങ്ങനെ കണ്ണീരൊലിപ്പിച്ച് കരയുന്ന ഒരു അവസ്ഥ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. ഇത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. അവർക്കറിയാം സമുദ്രമധ്യത്തില് അത് നമ്മൾ നേരിടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്താൻ പ്രപഞ്ചനാഥനായ അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും സാധ്യമല്ല എന്നത് മനുഷ്യന് കൃത്യമായിട്ട് ബോധ്യപ്പെടും. കടൽ യാത്ര ചെയ്യണം എല്ലാവരും, അത് ആ ഒരു കാര്യം അനുഭവിച്ചറിയാൻ വേണ്ടിയെങ്കിലും. അപ്പോ ഫലമ്മാ നജ്ജാഹും ഇലൽ ബർരി ഇദാഹും യുശ്രികൂൻ, എന്നാല് അവരുടെ പ്രാർത്ഥന കേട്ട് അള്ളാഹു അവരെ കരയിലേക്ക് എത്തിച്ച് രക്ഷപ്പെടുത്തിയാലോ അപ്പോഴതാ അവര് മുശ്രിക്കുകളായിട്ട് മാറുന്നു. അപ്പൊ പിന്നെ അവർക്ക് പഞ്ചായത്ത് സെക്രട്ടറി മുതൽ പ്രജാപതി വരെ ദൈവങ്ങളായിട്ട് വേണ്ടി വരും. എല്ലാറ്റിനും അയാളുടെ റെക്കമെൻഡേഷൻ വേണം, ഇയാളുടെ പിന്തുണ വേണം, അയാളുടെ ഇങ്ങനെ ഇത് നമ്മൾ കൺമുന്നിൽ കാണുന്ന കൈയും കാലും ജീവനും ഒക്കെ ഉള്ള ദൈവങ്ങളുടെ കാര്യമാണ് ഞാൻ ഈ സൂചിപ്പിക്കുന്നത്. അതല്ലാത്ത വേറെ നിർജീവങ്ങളായ ദൈവങ്ങളും ഉണ്ടല്ലോ നമ്മള് ശിരസിലേറ്റി കൊണ്ട് നടക്കുന്ന കുറെ എണ്ണം. അപ്പൊ ഇതൊക്കെ അവര് അള്ളാഹുവിന്റെ സ്ഥാനത്ത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിന് പകരമായി, അള്ളാഹുവിന് വിധേയപ്പെടുന്നതിന് പകരമായി നമ്മൾ വിധേയപ്പെടാൻ, അതുപോലെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ, അനുസരിക്കാൻ ഒക്കെ നമ്മൾ സ്വീകരിക്കുന്നത് ഇവരൊക്കെയാണ്. അവിടെയൊന്നും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങളുമായിട്ട് ഇവരുടെ നിർദ്ദേശങ്ങൾ സംഘർഷപ്പെടുന്നു, സംഘട്ടനത്തിൽ ഏർപ്പെടുന്നു എന്നതൊന്നും ഈ ആളുകൾക്ക് വിഷയമേ അല്ല. അവർ പൂർണ്ണമായിട്ട് സൗകര്യപൂർവം അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ അങ്ങ് മറക്കും. എന്നിട്ട് ഇപ്പോ അള്ളാഹുവിനേക്കാളൊക്കെ വലിയത് ഇവരാണ് എന്നൊരു നിലപാടെടുത്തുകൊണ്ട് അവരെ അനുസരിക്കുന്നതും അവർക്ക് വിധേയപ്പെടുന്നതുമായ ഒരു കാഴ്ച നമുക്ക് നിരന്തരമായിട്ട് കാണാൻ കഴിയും. മക്കയിലെ മുശ്രിക്കുകളുടെയും അവസ്ഥ ഇത് തന്നെയായിരുന്നു. എന്തിനാണത്?
അവരങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് ലിയക്ഫുറു ബിമാ ആതൈനാഹും, അവര് നാം അവർക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങളിൽ നന്ദികേട് കാണിക്കുന്ന വിധത്തിലാണ് അവരത് ചെയ്യുന്നത്. കടലില് അവര് ആത്മാർത്ഥമായി അള്ളാഹുവിനെ മാത്രം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിളിച്ചു കരഞ്ഞു പറഞ്ഞപ്പോ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി. കരയിലെത്തിയതോടുകൂടി അവർ വീണ്ടും നല്ല തികഞ്ഞ മുശ്രിക്കുകളായിട്ട് മാറി. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? എന്തിനു വേണ്ടിയാണ്? എന്തായിരുന്നു അതിന്റെ ഫലം? ലിയക്ഫുറു ബിമാ ആതൈനാഹും, നാം അവർക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ, നാം അവർക്ക് നൽകിയിട്ടുള്ളതിനെ നിഷേധിക്കുന്ന വിധത്തില് അതിനോട് നന്ദികേട് കാണിക്കുന്നവരായിക്കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പിന്നെയോ വലിയ തമത്തഴു, അവർക്ക് സുഖാനന്ദങ്ങളിൽ ഏർപ്പെടാനുമാണ്. അള്ളാന്റെ വഴി സ്വീകരിച്ചാൽ അതത്ര സുഖമുള്ള കാര്യമല്ല. ദുനിയാവിന്റെ ഈ ആളുകളുടെയൊക്കെ തൃപ്തി നേടിക്കൊണ്ട് അങ്ങനെ ജീവിക്കാന്ന് വെച്ചാൽ തൽക്കാലം തടി ഉടക്കാവാതെ സന്തോഷത്തിലും ആനന്ദത്തിലും സുഖാഡംബരത്തിലും ഒക്കെ ആയിട്ട് ജീവിക്കാം. ഇതാണ് അവരുടെ കണക്കുകൾ. രണ്ട് സംഗതികൾ. ഒന്ന്, പ്രത്യക്ഷത്തിൽ തന്നെ അള്ളാഹുവിനോട് കുഫ്റ് കാണിക്കുന്ന, നന്ദികേട് കാണിക്കുന്ന, അള്ളാഹുവിനെ നിഷേധിക്കുന്ന നിലപാട് ഉള്ളവരായി മാറുന്നു. ഇതാണ് അവരുടെ ഒരു നിലപാടിന്റെ ഒരു വശം. മറ്റൊന്ന് അവരുടെ ഭൗതികാസക്തിയാണ്. തമത്തു, അവർക്ക് ആസ്വദിച്ച് അങ്ങനെ കഴിയണം. ഒന്നും നഷ്ടപ്പെട്ടുകൂടാ, ഒന്നും ത്യജിക്കാൻ അവർക്ക് സന്നദ്ധതയില്ല. അത് ജോലിയായാലും വീടായാലും സാമ്പത്തിക സാധ്യതകളായാലും അതുപോലെയുള്ള ജീവിത സൗകര്യങ്ങള്, ഇതൊക്കെ നഷ്ടപ്പെടാതെ വളരെ സുരക്ഷിതമായി ആനന്ദലഹരിയിലായി കഴിയാൻ അവർക്ക് വെമ്പലാണ്. ഈ രണ്ട് സംഗതികളുമാണ് അവരെ മുശ്രിക്കുകളാക്കി മാറ്റുന്നത്. ഒന്ന്, അള്ളാഹുവിനോടുള്ള പ്രത്യക്ഷത്തിൽ തന്നെ അള്ളാഹാണ് രക്ഷപ്പെടുത്തിയത് എന്ന് അവർക്ക് അറിയാം, പക്ഷെ നന്ദികേടെ കാണിക്കും. രണ്ടാമത്തത്, അവർക്ക് സുഖാനന്ദ സാധ്യതകളൊന്നും നഷ്ടപ്പെട്ടുകൂടാ. അപ്പൊ അതിന് പല കുട്ടിപ്പടച്ചവന്മാരെയും അവർക്ക് ഇങ്ങനെ തൃപ്തിപ്പെടുത്തി നിർത്തണം. ഇതാണ് അവരുടെ നിലപാട്. അള്ളാഹ് പരീക്ഷിക്കുന്നതും അത് തന്നെയാണ്. മനുഷ്യന് ജീവൻ നൽകിയ, വിഭവങ്ങൾ നൽകിയ, അവന്റെ സകല ഐശ്വര്യവും അനുഗ്രഹവും അവനായിട്ട് നൽകിയിട്ടുള്ള അള്ളാഹുവിനെ അവര് ഗൗനിക്കുമോ? അതല്ല, അള്ളാഹു ഭൂമുഖത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത് കൈകാര്യം ചെയ്യുന്ന, പലപ്പോഴും കൈകാര്യകർത്താക്കളായി മാത്രം നിലകൊള്ളുന്ന ഈ സംഗതികളെയോ ശക്തികളെയോ ആളുകളെയോ ഒക്കെയാണോ ഇവര് അതിന് പകരമായിട്ട്, അള്ളാഹുവിന്റെ സ്ഥാനത്ത് പകരമായിട്ട് സ്വീകരിക്കുക എന്നത് തന്നെയാണ് അള്ളാഹു പരീക്ഷിക്കാൻ വേണ്ടി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പോ ലിയക്ഫുറു ബിമാ ആതൈനാഹും വലിയതമത്തഉ, എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുന്നത് ഫസൗഫ യഅലമൂൻ, അവര് വൈകാതെ അറിയുന്നുണ്ട്. തീർച്ചയായിട്ടും അവര് വൈകാതെ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം അറിയും. അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നന്ദികേടും അതുപോലെ സുഖപ്രമത്തതയും ഇതൊക്കെ എന്ത് അനന്തരഫലമാണ് ഉണ്ടാക്കാൻ പോകുന്നത്, യാഥാർത്ഥ്യം എന്തായിരുന്നു എന്നത് അവർ വൈകാതെ അറിയും. ഇത് ചെയ്യുമ്പോ അവര് വലിയ അഹന്ത കാണിച്ചുകൊണ്ടോ നിഗളിപ്പ് കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ബുദ്ധിപരമായ നീക്കങ്ങൾ നടത്തിയിട്ട് ഈ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്, അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാതെ നമ്മൾ സമർത്ഥമായിട്ട് കൈകാര്യം ചെയ്തതാണ്, സാഹചര്യങ്ങളെ നേരിട്ടതാണ് എന്നതൊക്കെ ആയിരിക്കും അവരുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ രൂപപ്പെട്ടിട്ടുണ്ടാവുന്ന ഒരു ധാരണ അതായിരിക്കും. എന്നാൽ ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യം എന്താണ് എന്നത് അവർ വൈകാതെ തന്നെ അറിയാനിരിക്കുന്നു. അള്ളാഹു ഇതിനൊരു അജല് വെച്ചിട്ടുണ്ടല്ലോ. ആ അജല് അവസാനിക്കുമ്പോഴെങ്കിലും അവര് അറിയാതിരിക്കില്ലല്ലോ. നമുക്ക് ഓരോരുത്തരുടെയും കാര്യത്തില്, നമ്മുടെ തന്നെ കാര്യത്തില് ഇതൊക്കെ വിലയിരുത്താം. സമൂഹത്തിലെ തിന്മക്കും അക്രമത്തിനും അരാജകത്വത്തിനും ഒക്കെ വേണ്ടി ഘോരഘോരം സംസാരിച്ചു കൊണ്ടിരുന്ന ആളുകളും ഇവിടുന്ന് അവരുടെ അവസരം കഴിഞ്ഞ് കാലം കഴിഞ്ഞ് പോകുന്നുണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അത്തരം സംഗതികൾ. അങ്ങനെ അവർ വിട പറഞ്ഞു പോകുമ്പോ അതോടെ തീർന്നു.
പിന്നീട് അവരും ഈ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഇപ്പോ ഇന്നലെയും ഇന്നും വരെ കടുത്ത നിഷേധിയും ദൈവനിന്ദ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആളും നന്ദികേട് മാത്രം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്ന ആളും ഒക്കെ വിട പറയുന്നതോടുകൂടി നേരിടാൻ പോകുന്നത് ഈ യാഥാർത്ഥ്യത്തെയാണ്, മറ്റൊന്നല്ല. കാരണം ഇവർക്കൊന്നും അറിയില്ലല്ലോ ഇതിന് ശേഷം എന്താണ് എന്നത്. അത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു വെളിപ്പെടുത്തിയതല്ലാത്ത എന്തറിവാണ് മനുഷ്യന് കണ്ണ് ചിമ്മിയതിന് ശേഷം എന്ത് സംഭവിക്കാനിരിക്കുന്നു എന്നതിനെ കുറിച്ചുള്ളത്? അത് നമ്മളുടെ കോൺഷ്യസ്നെസ് തന്നെ പ്രവർത്തനക്ഷമമായി വന്നത് ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മളുടെ ബോധം എന്നത് എന്നു മുതലാണ് പ്രവർത്തനം തുടങ്ങിയത്? നമ്മളറിയാതെ, നമ്മളോട് ചോദിക്കാതെ നമ്മുടെ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട് ഒരു കാലത്ത്. അത് പിന്നീട് അതിനെന്താണ് സംഭവിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളറിയാതെയാണ് ഭൂമുഖത്ത് നമ്മൾ എത്തിയത്. ഭൂമുഖത്ത് എത്തിയിട്ട് നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നെസ് പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. അതിൽ പല ഇംപ്രഷൻസും വന്ന് പതിയുന്നു. അത് ഓർമ്മകളായി, ചിന്തകളായി, ആലോചനയായി ഒക്കെ രൂപപ്പെട്ടു വരുന്നു. ഇങ്ങനെയാണല്ലോ നമ്മൾ ലോകത്ത് കാണുന്നത്. ഇതല്ലാത്ത മനുഷ്യന്റെ കയ്യിൽ എന്ത് ടൂളാണുള്ളത്? അവന്റെ ജന്മപൂർവ്വ കാലത്തെ കുറിച്ച് അറിയാനും ഇനി മരണശേഷമുള്ള മനുഷ്യ ജീവിതത്തിന്റെ പരിണാമം ഏത് വിധത്തിലുള്ളതാണ് എന്നതും അറിയാൻ അവന്റെ കയ്യിൽ എന്തെങ്കിലും സംവിധാനം ഉണ്ടാവും. അപ്പോ ഇത് സംബന്ധമായി പ്രപഞ്ചനാഥനായ സ്രഷ്ടാവ് നമ്മളെ അറിയിക്കുന്ന ഒരു കാര്യം മാത്രമാണ് നമ്മളുടെ മുന്നിലുള്ളത്. അതേ നമുക്ക് ആശ്രയിക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്കതിലാകെ വേണ്ടത് ഈ വാക്യങ്ങൾ, ഈ പറയുന്നത് പ്രപഞ്ച സൃഷ്ടാവല്ല, മനുഷ്യനാണ്. ഏതെങ്കിലും ഒരു സാധാരണ അല്ലെങ്കിൽ അസാധാരണമായ വൈഭവമുള്ള ഒരു മനുഷ്യനാണ് എന്ന് പോലും സങ്കല്പിച്ച് നമ്മൾ അതിനൊന്ന് പരീക്ഷിച്ച് നോക്കുക മാത്രമേ നമ്മളുടെ മുന്നിൽ വഴിയുള്ളൂ. മനുഷ്യന് സാധ്യമായതാണെങ്കിൽ മനുഷ്യരുടെ കൂട്ടത്തില് പലർക്കും സാധിക്കുമല്ലോ. ചിലർക്ക് മാത്രമായിട്ട് കഴിയുന്ന ഒരു കാര്യം ഉണ്ടാവില്ല. കുറെ പേർക്കൊക്കെ എല്ലാം ഇതുപോലെയുള്ള സിദ്ധികളൊക്കെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ എന്ന നമ്മുടെ മുന്നിലുള്ള ഈ ഡോക്യുമെന്റ്, ഈ പ്രമാണം അത്രയും പ്രാധാന്യമുള്ളതായി മാറും. ബുദ്ധി കൊണ്ട്, യുക്തി കൊണ്ട് മാറ്റുരച്ചിട്ട് വേണം നമുക്കതിനെ സ്വീകരിക്കാനും അതിനോട് നിലപാടുകൾ രൂപപ്പെടുത്താനും ഒക്കെ എന്നതാണ് വസ്തുത. അപ്പോ അള്ളാഹു ഈ മക്കയിലെ നിഷേധികളെ അവരുടെ ഭൗതിക ജീവിതത്തെ കുറിച്ചുള്ള അടിസ്ഥാനരഹിതമായ ധാരണയെ ഗണ്ണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും തരിപ്പണമാക്കുന്ന വിധത്തിലാണ് ഇവിടെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ ആളുകള് കടൽ യാത്ര ചെയ്യുമ്പോൾ അവര് മറ്റെല്ലാ ദൈവങ്ങളെയും ആരാധ്യന്മാരെയും കൈയൊഴിഞ്ഞ് അള്ളാഹുവിന്റെ നേരെ വളരെ ആത്മാർത്ഥമായി വിധേയത്വം പൂർണ്ണമായും അവന് നൽകിക്കൊണ്ടുള്ള ഒരു നിലപാടിലേക്കും പ്രാർത്ഥനയിലേക്കും ഒക്കെ വരും. അള്ളാഹു അവരെ കരയിലേക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവര് പഴയ പോലെ സകല അനർഹരായ ശക്തികളെയും വ്യക്തികളെയും ഒക്കെ ശിരസിലേറ്റിക്കൊണ്ട് നടക്കുന്ന അവരെയൊക്കെ ദിവ്യത്വമുള്ളവരായി കണ്ടുകൊണ്ട് അവർക്ക് വിധേയപ്പെടുന്ന ആളുകളായിട്ട് വീണ്ടും മാറുന്നത് കാണാൻ സാധിക്കും. ഇത് ഈ ആളുകളുടെ വളരെ പ്രകടമായി തന്നെ, വ്യക്തമായി തന്നെ അവരുടെ കാപട്യമാണ് വെളിപ്പെടുത്തുന്നത് എന്നത് നമുക്ക് ഈ ആയത്തുകളുടെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്തിനു വേണ്ടിയാണ് അവരിങ്ങനെ ചെയ്യുന്നത്? രണ്ട് സാധ്യതകൾ. ഒന്ന്, അവര് അള്ളാഹുവിനോട് പ്രകടമായി തന്നെ നന്ദികേട് കാണിക്കുക എന്നതാണ് അവർ കാണിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തത് ഭൗതിക ആസക്തിയാണ്. ജീവിതത്തിലെ വിഭവങ്ങളും സാധ്യതകളും ഒക്കെ ആസ്വദിച്ച് കഴിയണം എന്ന, അതൊന്നും നഷ്ടപ്പെടുത്തുന്നത് അവർക്ക് സഹിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് ഈ നന്ദികേട് ചെയ്യിക്കുന്നത് എന്നതാണ് ഈ ആയത്ത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ അൻകബൂത്തിലെ 64 മുതൽ 66 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ പഠന വിധേയമാക്കി കഴിഞ്ഞിട്ടുള്ളത്. ഈ ആയത്തുകളുടെ തുടർച്ചയായിട്ട് 3 ആയത്തുകൾ കൂടിയാണ്
നമുക്ക് പഠന വിധേയമാക്കാനുള്ളത്. ഇൻഷാ അല്ലാ നാളത്തോടു കൂടി നമുക്ക് സൂറത്തുൽ അൻകബൂത്തിന്റെ പഠനം പൂർത്തിയാക്കാൻ സാധിക്കും. ഈ സൂറത്തിന്റെ പഠനത്തെ തുടർന്ന് നമുക്ക് ഒന്നോ രണ്ടോ ദിവസങ്ങൾ ചർച്ചക്കും ചോദ്യങ്ങൾക്കും ഒക്കെ ആയിട്ട് മാറ്റിവെക്കാം. ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഇവിടെ ചിന്മയ അയച്ചത് സ്റ്റോക്ക് ഉണ്ട്, അത് വെച്ച് നമുക്ക് തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.